കുറച്ചുകൂടെ ഉയരും. കുഞ്ഞുങ്ങൾ വന്ന് ക്ഷമിക്കുമ്പോ അതൊരു കാര്യം ചെയ്യ്, നീ മിറ്റം കൂടെ തൂക്ക്, പിന്നെ ഞാൻ നോക്കട്ടെ ഞാൻ ക്ഷമിക്കണോ വേണ്ടയാന്ന്. ശരിയല്ലേ? നമ്മുടെ ചർച്ചിൽ കീബോർഡ് വായിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഒരു പ്രശ്നത്തിൽ വീണു. നമ്മൾ പ്രഖ്യാപിക്കും 2 മാസത്തേക്ക് കീബോർഡ് വായിക്കണ്ട. അത് സഭകളുടെ നിയമം, കിടക്കട്ടെ ഓട്ടെ. അപ്പൊ നമുക്ക് 2 മാസം വേണം അവനെ ശരിക്കും ഒന്ന്. പക്ഷെ അപ്പൻ മുടിനായ പുത്രൻ വരുന്ന സമയത്ത് കണ്ണിൽ മനസ്സലിവുണ്ടായി. എന്നിട്ട് അതെങ്ങോട്ട് പകർന്നറിയോ? വലിയൊരു ഇഷ്ടമുള്ള ഭാഗം ഇത് കേട്ടോ. ഈ കണ്ണിലുള്ള സ്നേഹം എങ്ങോട്ട് മാറി? ഹൃദയത്തിലേക്ക് മാറി. അതായി മനസ്സലിവുണ്ടായത്. എന്നിട്ട് ഈ ഹൃദയത്തിലേക്ക് മാറിയ സ്നേഹം എങ്ങോട്ട് പോയിന്നറിയോ? എങ്ങോട്ട് പോയിന്നറിയോ? കാലുകളിലേക്ക് പോയി. അതുകൊണ്ടാണ് ആ മുടിനായ പുത്രൻ വരുന്ന സമയത്ത് അവിടെ എഴുതിക്കുന്നത് പിതാവ് ഓടി ചെന്ന്. ആമേൻ. എപ്പൊ തന്നെ എനിക്കറിയാം ചില ആൾക്കാർ ഓൾറെഡി അത് മനസ്സിലാക്കി തുടങ്ങി. നിങ്ങളുടെ അടുക്കലേക്ക് ദൈവം ഓൾറെഡി വന്നു കഴിഞ്ഞു. ആമേൻ. എന്തോ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെന്നുള്ളൊരു ഫീലിംഗ് അല്ലേക്ക് വരികയാണ്. ദൈവാത്മാവ് അത് ചെയ്തുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവത്തോടുള്ള ദേഷ്യവും ദൈവത്തോടുള്ള എല്ലാം മാറി ദൈവത്തെക്കുറിച്ചുള്ള ചിന്താഗതി അതെല്ലാം പൊട്ടി തകർന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് യഥാർത്ഥമായിട്ട് ദൈവം ആരാന്ന്, യഥാർത്ഥമായിട്ട് ദൈവത്തിന്റെ സ്നേഹം എന്തുവാന്ന് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അത് ആഴമായി പതിഞ്ഞുകൊണ്ടിരിക്കുക ദൈവമക്കളെ. ഹല്ലേലൂയ. എന്നിട്ട് ഇവൻ ഓടി 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 ചെന്നിട്ട് ഈ മകൻ ഏറ്റു പറഞ്ഞു. ഏറ്റു പറയുന്നതിന് മുമ്പേ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ. അയ്യോ, അതെന്തോ പരിപാടിയല്ലേ? ഏറ്റു പറയാൻ തീരുമാനം എടുത്തേ ഉള്ളൂ, അപ്പൻ കെട്ടിപ്പിടിച്ച് ഉമ്മ ഉണ്ട്. പിന്നെ ഏറ്റു പറഞ്ഞ എന്തായിരിക്കും? ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് തീരുമാനം എടുത്തപ്പോൾ ദൈവം അത്രയും ചെയ്യാൻ തയ്യാറാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഏറ്റു പറയാതിരിക്കുന്നത്? ഏറ്റു പറയാ, അവൻ നിങ്ങൾ തോളിൽ എഴുതിക്കൊണ്ട് നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ നഷ്ടപ്പെട്ടു പോയ ഏറിനെ അവൻ തിരികെ കൊണ്ടുവന്നു, അവനെ മാറിയോട് ചേർത്ത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പക്ഷെ മനുഷ്യനങ്ങനല്ല, നമ്മൾ അങ്ങനല്ല. നമ്മൾ ഏറ്റു പറഞ്ഞാലും നമുക്ക് ക്ഷമിക്കാൻ കുറച്ച് പാടാ. ഏറ്റു പറയാൻ നമ്മൾ അവസരം കൊടുത്തിട്ട് വേണ്ട. പക്ഷെ അതിനു മുമ്പേ കെട്ടിപ്പിടിച്ചു. ഇവിടെ യേശു പത്രോസിനെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് ഉടനെ പത്രോസിനോട് യേശു എന്തേലും പറഞ്ഞോ? എന്തേലും പറഞ്ഞോ? ദൈവമക്കളെ? ഹലോ, വല്ലതും പറഞ്ഞോ? ഒറ്റ നോട്ടമേ നോക്കിയുള്ളൂ. പത്രോസിനോട് നീ എന്തായാലും 3 പ്രാവശ്യം തള്ളി പറഞ്ഞില്ലേ, ഏറ്റു പറയാൻ പറഞ്ഞോ? ഇല്ല, ആ നോട്ടം നോക്കിയേ ഉള്ളൂ. അവിടെ എന്തോ പത്രോസ് ചെയ്തേ? പുറത്തിറങ്ങി ആദ്യം ഇതൊക്കെ നോർത്ത് നോക്കണം. ദൈവമക്കളെ, നിങ്ങൾ ആരും യേശു ചെയ്ത ഇതുപോലെ അത്ഭുതങ്ങൾ നമ്മൾ ആരും കണ്ടിട്ടില്ല. മരിച്ചവരെ ഉയർത്തെഴുന്നേൽക്കുന്ന നിങ്ങൾ TV കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? കുഷ്ഠരോഗി നിന്റെ മുന്നിൽ ഫുൾ ഹീലാവുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ചിലവർ കണ്ടു കാണും. ദൂരെ നിന്നൊക്കെ കൺവെൻഷനിലും ക്രൂസൈഡിലൊക്കെ പോയവർക്ക് ചിലപ്പോൾ നേരിട്ട് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മിനിസ്ട്രിയിൽ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ പത്രോസ് കണ്ടതുപോലെ അത്ഭുതങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതുപോലെ മിനിസ്ട്രിയിൽ തിളങ്ങിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു പത്രോസ്. ഇതെല്ലാം കണ്ടവനാ. പക്ഷേ യേശു ഒന്ന് നോക്കിയപ്പോൾ ആരും പറയാതെ പത്രോസിന് മനസ്സിലായി, ഞാൻ പോയി ഏറ്റു പറയണം, ഞാൻ പോയി കരയണമെന്ന്. ഹല്ലേലൂയ. പത്രോസ് ഇവിടെ വാക്കുകൾ ഉപയോഗിച്ചില്ല, അവൻ പൊട്ടിക്കരഞ്ഞു. ഹല്ലേലൂയ. നമ്മളൊന്ന് കരഞ്ഞാൽ മതി മക്കളെ. ആമേൻ. ഹല്ലേലൂയ. കരഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസിന് തന്നെ ഉള്ളിൽ വലിയൊരു സമാധാനം ഉണ്ടായാണ്. അതിനുശേഷം ദൈവം പിന്നെ ഓരോരോ സ്റ്റെപ്പിലേക്ക് നീക്കി അവനെ 3000 5000 പേരെ നേടുന്നവരായി മാറ്റിക്കുകയാണ്. ആമേൻ. ദൈവസ്നേഹത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മൾ അവന് മുമ്പാകെ നമ്മുടെ പാപങ്ങളൊന്ന് ഏറ്റു പറഞ്ഞാൽ എന്തോ അറിയോ,
ദൈവം നമ്മൾ ചുമ്മാ 1-2 പേരെ മാത്രം നേടി ഇങ്ങനെ ചുമ്മാ ക്രിസ്തീയ ജീവിതം ഇങ്ങനെ ഒരു കഴിഞ്ഞുകൂട്ടി പോകേണ്ട ആൾക്കാരാക്കി അല്ല തീർക്കണം. നിങ്ങളുടെ കോളേജിലും നിങ്ങളുടെ സ്കൂളിലും നിങ്ങളുടെ ഇടയില് 3000-5000 പേർ വരുന്നതക്ക രീതിയിൽ ആൾക്കാർ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാൻ ദൈവം നിങ്ങൾ ഉപയോഗിക്കാൻ പോവാ. പക്ഷെ ഒറ്റ ഒരു കാര്യമുണ്ട്, നീ ഏറ്റു പറയണം. ഒരു ജഡ്ജി ഒരു പ്രാവശ്യം ഒരു തെറ്റ് ഒരാൾ തൂക്കിക്കൊല്ലാനായിട്ട് ഒരാളിനെ ഇങ്ങനെ വിധിച്ചിരിക്കുക. അങ്ങനെ വന്നപ്പോൾ ഗവർണറിലേക്ക് ഒരാൾ ഒരു അപേക്ഷ കൊടുത്തു, ഇതുപോലെ ഇവനെ ഒന്ന് ഫ്രീ ആക്കണമെന്ന് പറഞ്ഞു. ഗവർണർ പറഞ്ഞു, ഓക്കെ, ഞാൻ അവനെ വിടാം. പക്ഷെ അവന്റെ ഉള്ളിലൊരു കുറ്റബോധം ഉണ്ടെങ്കിൽ ഞാൻ അവനെ വിടാം. ഒരു മാനസാന്തരം അവനുണ്ടായാൽ അവനെ വിടാം. പക്ഷെ ഇത് ഗവർണർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒന്നും ഈ കുറ്റവാളി അറിഞ്ഞിട്ടില്ല. ഈ കുറ്റവാളിയുടെ അടുക്കിലേക്ക് അവിടുത്തെ ആൾക്കാർ വന്ന് ചോദിച്ചു, ഓക്കെ, നിങ്ങളെ ഈ ജയിലിൽ നിന്ന് വെറുതെ വിടുവാണെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യും? നിങ്ങൾ ഉടനെ പുള്ളി പറയാ, അങ്ങനെ എന്നെ വിടുവാണെങ്കിൽ എന്നെ ഈ കോടതി വരെ കൊണ്ടുവന്ന എല്ലാ എണ്ണത്തിനെ ഞാൻ വെട്ടിക്കൊല്ലുന്നു. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ആ ക്ഷമക്കത്തുമായിട്ട് പോയ ആ വ്യക്തി ആ ക്ഷമക്കത്ത് ആ പോക്കറ്റിൽ വെച്ചുകൊണ്ട് തന്നെ തിരിച്ചുപോയി. അവൻ അറിഞ്ഞില്ല, അവനെ ക്ഷമിക്കാൻ പോവാന്നുള്ള കാര്യം അറിഞ്ഞില്ല. ദൈവമക്കളെ, നമ്മുടെ ഉള്ളിൽ തെറ്റുകളുള്ളപ്പോൾ ദൈവത്തിനു മുമ്പാകെ ക്ഷമ ചോദിക്കുക മാത്രമല്ല, മറ്റു ആൾക്കാരും കൂടെ ക്ഷമിക്കാൻ നീ തയ്യാറാണ്. ഹല്ലേലൂയ. എന്നാലേ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അവൻ പറഞ്ഞേക്കുക, അവൻ പൊട്ടിക്കരഞ്ഞു. ആമേൻ. അകത്ത് പ്രശ്നങ്ങളുമായിട്ട് വന്നവർ എത്ര പേരോടുണ്ട്? ദൈവത്തിന്റെ തകർച്ചയിലായിരിക്കും. നിങ്ങൾ പാപത്തിന്റെ വക്കില, പാപത്തിൽ വീണ് തകർന്നിരിക്കുക. ദൈവം ക്ഷമിക്കുവോ ഇല്ലയോ എന്ന് സംശയ. പക്ഷെ ഇത്രയും നേരം കൊണ്ട് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ദൈവം എന്നെ അംഗീകരിക്കുന്നവനാണ്. ദൈവം എന്നെ അംഗീകരിക്കുന്നു. നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന് നിങ്ങളെക്കാൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ അവസാനം വരുമ്പോൾ അറിയാം, ലാസ്റ്റിൽ വരുമ്പോൾ യോഹന്നാനുമായിട്ടുള്ള സംസാരത്തിൽ ഒരു വാചകം അവിടെ എഴുതിയിട്ടുണ്ട്. നോക്കി, യേശു പറഞ്ഞു, ഞാൻ വേഗം വരുന്നു. യോഹന്നാൻ പറഞ്ഞു, ആമേൻ കർത്താവേ വരണമേ. നിങ്ങൾ വേഗം വരണമേ എന്നാണ് പറയുന്നത്, അത് വരണമേ എന്നാണ് പറയുന്നത്. നമ്മൾ ഇനി വേഗം വരണമേ എന്ന് പറഞ്ഞില്ലെങ്കിലും ദൈവം പറയുന്നു, ഞാൻ വേഗം വരുന്നു. കാരണം അവന്റെ സ്നേഹം നമ്മുടെ മേലൊന്ന് വർഷിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. അവൻ ഈ ലോകത്തുള്ള പ്രശ്നത്തിൽ നിന്നും ഈ ബുദ്ധിമുട്ടിൽ നിന്നും ഈ പാപ ലോകത്തിൽ നിന്ന് നിങ്ങളെ ഒരു സ്വന്തമായ ഒരു സ്ഥലത്തിലേക്ക്, നിങ്ങൾ ഫ്രീ ആയിട്ട് അവനെ ആരാധിക്കും, ഫ്രീ ആയിട്ട് അവനെ സന്തോഷിക്കുന്ന സ്ഥലത്തിലേക്ക് അവൻ കൊണ്ടുപോകണമാണ്. അവൻ വർഷങ്ങളായി ആണ്ടുകളായി അവൻ കാത്തിരിക്കുക. ഹല്ലേലൂയ. അതാ ദൈവത്തിന്റെ സ്നേഹം. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൾ നടക്കാതെ മക്കളെ, എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നോക്കാം. മറ്റെല്ലാ വിഷയങ്ങളും മാറി. നിങ്ങൾ കണ്ണുകൾ അടച്ചിരിക്കുമ്പോൾ വേറെ ഒന്നും ചിന്തിക്കണ്ട. ജസ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ. ദൈവമേ, അങ്ങ് ഇത്രയും എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അങ്ങ് ഇത്രയും അത്രയും അത്ഭുതങ്ങളൊക്കെ കണ്ടിട്ടും 3 പ്രാവശ്യം തള്ളി പറഞ്ഞ പത്രോസിനെ അങ്ങ് അംഗീകരിച്ചെങ്കിൽ എന്നെയും കൂടെ ദൈവമേ അങ്ങ് അംഗീകരിക്കുന്ന ദൈവമാകിയാൽ അങ്ങ് സ്തുതിക്കുന്നു. ഇത്രയും നാളെ പിശാച് വന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അവൻ ക്ഷമിക്കത്തില്ല എന്ന് പറഞ്ഞതെല്ലാം ബൈബിൾ പറയുന്നു, നിന്റെ പാപങ്ങൾ ഏറ്റു പറയുമെങ്കിൽ ഞാൻ അത് ക്ഷമിക്കുവാൻ തക്കോണം. അവൻ അത് ക്ഷമിക്കുവാൻ തക്കോണം. അവൻ നീതിമാനും അവൻ വിശ്വസ്തനും.